ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതേ, നമ്മൾ കോഴികൾക്ക് ഉണ്ടാകുന്ന തൂക്കം അതെന്താണ്, എന്തിൻ്റെ ലക്ഷണങ്ങളാണെന്നൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഴികൾക്ക് ഉണ്ടാകുന്ന തൂക്കം അത് ഒരു രോഗമല്ല, അതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ എന്ത് കോഴികൾക്ക് അസുഖം വരികയാണെങ്കിലും അതിൻ്റെ മുന്നോടിയായിട്ട് കണ്ടുവരുന്നൊരു ലക്ഷണമാണ് തൂക്കം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തൂക്കമുള്ള കോഴികളെ നമ്മൾ വേറൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തൂക്കം ഉണ്ടാവാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെയാണ് ഈ തൂക്കം വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊക്കെ കുറച്ച് ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ വിരശല്യം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് തൂക്കം സംഭവിക്കും. അതേപോലെ അവരിങ്ങനെ വായ പൊളിച്ചും കൊണ്ടിരിക്കും. അതേപോലെ തല ഇങ്ങനെ കുടച്ചിലുണ്ടാവും. അതേപോലെ കോഴികൾക്ക് എപ്പോഴും ഇങ്ങനെ തൂങ്ങി പിടിച്ചും കൊണ്ട് അവർക്കൊരു ഉഷാറില്ലാത്ത രീതിയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 മാസത്തിൽ നിർബന്ധമായിട്ടും 3 മാസത്തിലൊരിക്കൽ നിങ്ങൾ വിര ഇളക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ കോഴികളെ തീറ്റ കൊടുക്കുന്ന സമയമായാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോഴികളെ നിരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാത്ത ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം. നിങ്ങൾ കോഴികളെ നിരീക്ഷിക്കാൻ പറഞ്ഞത്, കോഴികൾ വെള്ള കാഷ്ടിക്കുന്നുണ്ടോ, കാഷ്ടത്തിൽ ബ്ലഡ് ഉണ്ടോ, അതേപോലെ ചിലരെ വിരയൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ കോഴി കാഷ്ടത്തിൽ കൂടെ തന്നെ വിര നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ അതുപോലെ ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ അതേപോലെ തൂങ്ങി നിൽക്കുന്ന കോഴികളുണ്ടോ, അതേപോലെ കുരുപ്പുള്ള കോഴികളുണ്ടോ, അതേപോലെ കണ്ണിന് അസുഖമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഒക്കെ നമ്മൾ കോഴികളെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കോഴികളെന്ന് നിരീക്ഷിച്ചിട്ട് ഈ വക കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കോഴീനെ നമ്മൾ വേറെ കൂട്ടിൽക്കാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ നെഞ്ചുണക്കം വന്നിട്ടുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നെഞ്ചുണക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണണം. കാണാത്തവരാണെങ്കിൽ അതുപോലെ ചെയ്യണം. എന്നിട്ട് അങ്ങനത്തെ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്തത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ടാവും. ക്ഷീണം വന്നിട്ട് രക്തം ശരീരത്തിൽ ഇല്ലെങ്കിലും അവരിങ്ങനെ തൂങ്ങി പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഞാൻ ചെയ്യാറുള്ളത് അയണിൻ്റെ ടാബ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിയിട്ട് തീറ്റയിൽ പൊടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അയണിൻ്റെ സിറപ്പുകളുണ്ടല്ലോ, നമ്മളുടെ മനുഷ്യന്മാരുടെ തന്നെ രക്തം വെക്കാനുള്ള സിറപ്പുകളൊക്കെ ഞാൻ വാങ്ങിയിട്ട് കോഴികൾക്ക് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഏതാ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരാം, നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അതേപോലെ അയൺ ഗുളികകൾ നിങ്ങൾ തീറ്റയിൽ പൊടിച്ച് കൊടുക്കുക. അതേപോലെ നിങ്ങൾ അയണിൻ്റെ സിറപ്പുകൾ വാങ്ങിയിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ തൂക്കമുള്ള കോഴിക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എന്നത്തെയും പറയുന്ന പോലെ പച്ചമരുന്നുകൾ ആദ്യം കൊടുക്കുക. തുളസി, വെറ്റില, കുരുമുളക്, ഇഞ്ചി, പനിക്കൂർക്ക, അതേപോലെ ആടലോടകം, അതേപോലെ കിഴാർനെല്ലി, ചെറുള, മുത്തള്, ഇതൊക്കെ നിങ്ങൾ പച്ചമഞ്ഞൾ, ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് നിങ്ങൾ ആ വെള്ളം അല്ലെങ്കിൽ അരച്ചിട്ടോ നിങ്ങൾ 3 നേരം കൊടുക്കുക. 2 ദിവസമൊക്കെ അങ്ങനെ 3 നേരം കൊടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. അതേപോലെ ഫുഡ് എടുക്കാത്ത കോഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടർ ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രോവറാണ് എന്ത് തീറ്റയാണോ നിങ്ങൾ കോഴിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ആ തീറ്റ നിങ്ങൾ കൈകൊണ്ട് അവർക്ക് കൊടുക്കുക. ഹാൻഡ് ഫീഡ് കൊടുത്തതിൻ്റെ ശേഷം മാത്രം മരുന്നുകൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ തീറ്റ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീറ്റ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചമരുന്നൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് മാറണില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ കഴിവതും എൻ്റെ ഇത് കൊടുത്താൽ തന്നെ എനിക്ക് മാറാറുണ്ട്. അതൊക്കെയാണ് ചെയ്യാറ്. എന്നിട്ട് മാറണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ കോഴീനെ പിടിക്കും. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഴീനെ പിടിക്കുന്ന സമയത്ത് കോഴിക്ക് നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാരസെറ്റാമോൾ ഉണ്ടല്ലോ, ആ പാരസെറ്റാമോൾ 4 ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗം നിങ്ങൾ കോഴിക്ക് കൊടുക്കുക. പാരസെറ്റാമോൾ കൊടുക്കുക. എന്നിട്ട് അതേപോലെ കോഴിക്ക് ക്ഷീണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ കൊടുക്കുക. അതേപോലെ പച്ചമരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറുന്നുണ്ടെങ്കിൽ ആ പച്ചമരുന്ന് തന്നെ നിങ്ങൾ കൊടുക്കുക. പച്ചമരുന്ന് കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പാരസെറ്റമോളിൻ്റെ ഒരു പൊട്ട് ഗുളിക കൊടുക്കുക. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഗ്ലൂക്കോസിൻ്റെ പൊടി കലക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വിമറാൾ കൊടുക്കുക, അല്ലെങ്കിൽ സിങ്കോവിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രോവിപ്ലക്സ് കൊടുക്കുക. വിറ്റാമിൻസുകളൊക്കെ എപ്പോഴും കൊടുക്കണം കേട്ടോ. എന്നിട്ടും നിങ്ങൾക്ക് മാറണില്ല എന്ന് വിചാരിച്ചാൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങളുടെ കോഴിയുടെ അസുഖം നിങ്ങൾക്ക് മാറണില്ലെങ്കിൽ നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ലിക്സൻ പൗഡർ ഇല്ലേ, അത് വലിയ കോഴികൾക്കല്ല കേട്ടോ, അത് ചെറിയ ഡോസുള്ളതാണ്, അത് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്.
ലിക്സം പൗഡർ. അത് നിങ്ങൾ എന്താ വെച്ചാൽ ഒരു നുള്ള് പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു നുള്ള് പൊടിയിട്ടിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. വലിയ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻഡ്രോ എൻഡ്രിൻ അതൊക്കെ ഒരു 3-4 തുള്ളി കൊടുക്കുക. അതേപോലെ അല്ലെങ്കിൽ നിങ്ങൾ ടെട്രാസൈക്ലിന് അത് വാങ്ങിയിട്ട് അത് കൊടുക്കുക. നിങ്ങൾ പിന്നെ പച്ചമരുന്ന് കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ കുറിച്ച് തരുന്ന അതേപോലെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ലിക്സം പൗഡർ കൊടുക്കും, സാധാരണ കൊടുക്കുന്നതാണ്, ടെട്രാസൈക്ലിനും സാധാരണ കൊടുക്കുന്നതാണ്. അതൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് തന്നെയാണ്. എന്നാലും നിങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് മാറ്റില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യണം. പിന്നെ നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ കോഴികൾക്ക് ക്ഷീണം വരും. അപ്പോൾ നിങ്ങൾ പിന്നെ സപ്ലിമെൻറ്റ്സ് എന്തായാലും കൊടുക്കണം. വിമറാൾ അല്ലെങ്കിൽ ഗ്രോവിപ്ലെക്സ് അല്ലെങ്കിൽ സിങ്കോവിറ്റ് അല്ലെങ്കിൽ ഒരു സിങ്കോമിൻ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ മരുന്നുകൾ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സപ്ലിമെൻറ്റ്സും കൊടുക്കുക. പിന്നെ എന്നിട്ട് ഈ കോഴികളെയൊക്കെ കഴിവതും ഈ പച്ചമരുന്നുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ തൂക്കോ ഈ സംഭവങ്ങളൊന്നും വരില്ല. ഈ പച്ചമരുന്നുകളും നിങ്ങൾ അരച്ച് കൊടുക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾ വരമരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴികൾക്കൊരു അസുഖവും വരില്ല. അപ്പോൾ ഈ തൂങ്ങി നിൽക്കുക എന്ന് കാണുമ്പോഴത്തേനും നിങ്ങൾ പോയിട്ട് ആൻറ്റിബയോട്ടിക് പോയിട്ട് കൊടുക്കണ്ട. തൂങ്ങി നിൽക്കുന്നത് പല അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് നിൻ്റെ കോഴി തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേഗം പോയിട്ട് ടെട്രാസൈക്കിളിനോ ലിക്സം പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എൻഡ്രിനോ ഇതൊന്നും പോയിട്ട് ആദ്യം നിങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ ആ കോഴി കൂടുതൽ വീക്കായി പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളുടെ ഈ പൊടിക്കൈകളൊക്കെ ഒന്ന് കൊടുത്തിട്ട് 2-3 നേരം നിങ്ങൾ കൊടുത്തിട്ട് ആദ്യം അത് കൊടുത്തതിൻ്റെ ശേഷം ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ അത് കൊടുത്താൽ തന്നെ മാറും. അത് കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന സമയത്ത് രാവിലെ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചക്ക് നിങ്ങൾ വിമറാൾ കൊടുക്കണം. പിന്നെ വൈകുന്നേരം നിങ്ങൾ വീണ്ടും ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അല്ലാതെ ആൻറ്റിബയോട്ടിക് മാത്രം കൊടുക്കരുത്. ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അല്ലേ ഏതെങ്കിലുമൊക്കെ ഗുളികകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണല്ലോ അല്ലേ. എന്തെങ്കിലും അലർജിയുടെ മരുന്നുകൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഉറക്കത്തിലായിരിക്കും. കാരണം നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതിൻ്റെ കൂടെ ഡോക്ടർമാർ നമുക്ക് വിറ്റാമിൻസിൻ്റെ ഗുളികയൊക്കെ ചില ഡോക്ടർമാരൊക്കെ എഴുതി തരും. നമ്മൾ ചെന്ന് പറയുമല്ലോ, ഇത് കുടിച്ചാൽ ഡോക്ടറെ ഒരു ബോധമില്ലാണ്ട് കിടന്നുറങ്ങണമെന്നൊക്കെ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ അതിൽ കൂടെ വിറ്റാമിൻസിൻ്റെ ഗുളിക എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷീണം അങ്ങോട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മളത്രയും പിന്നെ പ്രതിരോധ ശക്തി ഇവർക്കില്ല. അപ്പോൾ നമ്മൾ ഈ പച്ചമരുന്നുകളൊക്കെ അരച്ച് കൊടുക്കുമ്പോൾ ഇവരുടെ പ്രത്യേകിച്ച് നാടൻ കോഴികൾക്ക് അല്ലാത്ത കോഴികൾക്കും പ്രതിരോധ ശക്തി കൂടും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നമ്മൾ സാധാ മരുന്നുകൾ കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്റ്സുകൾ കൊടുക്കുക. അതേപോലെ തൂക്കമുണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് തൂക്കമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വേഗം പോയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട. ഈ തൂക്കം എന്ന് പറയുന്നത് എന്ത് രോഗത്തിൻ്റെയും ലക്ഷണമാണ്. അപ്പം നമുക്ക് പനി വരിക, ആദ്യം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആദ്യം ഒരു മേല് പനിക്കുക അല്ലെങ്കിൽ കുളിര് അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ആദ്യം വരിക. അല്ലെങ്കിൽ ഒരു ക്ഷീണം വരിക, അല്ലെങ്കിൽ നമുക്കൊരു തലവേദന വരിക. ഇതൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മളെ ബോഡി ഓരോ ലക്ഷണങ്ങളാണ് നമുക്ക് കാണിച്ചു തരിക അല്ലേ. അതേപോലത്തെ ഒരു ലക്ഷണമാണ് കോഴികൾക്ക് വരുന്ന തൂക്കം. അവർക്ക് അതുണ്ടാവുക. അവർ നമ്മൾ കോഴികളെ ഒരു രാവിലെയൊക്കെ 1-2 മണിക്കൂറൊക്കെ നമ്മൾ കോഴികളത്തേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഏതെങ്കിലും കോഴികൾ മാറി നിന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ തുടക്കത്തിലേ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ തൂക്കമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം മറ്റു കോഴികളിൽ നിന്ന് മാറ്റിയിട്ടിട്ട് നമ്മൾ ഇതേപോലെ അവർക്ക് കൊടുക്കുക. അവർക്ക് ഈ പച്ചമരുന്നുകൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇവർക്കും ഈ കോഴികൾക്കും തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഒരു കോഴിക്ക് അസുഖം വന്ന കോഴിക്ക് നമുക്ക് വായയിൽ വെച്ച് കൊടുക്കണ പോലെയല്ല. നമുക്ക് തോനെ കോഴികളുണ്ടാകുമ്പോൾ എല്ലാ കോഴികൾക്കും നമുക്കിതൊന്നും വായയിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ അസുഖം വന്ന തൂങ്ങി നിൽക്കുന്ന കോഴിക്ക് നമ്മൾ പച്ചമരുന്നൊക്കെ 2-3 നേരം വായയിൽ വെച്ച് കൊടുക്കുക. ഹാൻഡ് ഫീഡും ചെയ്ത് കൊടുത്തിട്ട് മറ്റേ കോഴികൾക്ക് പച്ചമരുന്നുകൾ എന്ത് ചെയ്യുക, തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ വരമരുന്ന് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കോഴികൾക്കും ഒരുമിച്ച് ഇളക്കണം കേട്ടോ. ഒരു കോഴിക്ക് ഇളക്കിയിട്ട് മറ്റേ കോഴിക്ക് ഇളക്കാതിരിക്കരുത്. കാരണം അവർ കാഷ്ടിക്കുന്നതിലൂടെ ഈ വിരകൾ പുറത്ത് പോകും. അത് വീണ്ടും അവർ കൊത്തി തിന്നുമ്പോൾ വീണ്ടും അവരുടെ ശരീരത്തിൽ തന്നെയാണ് വരിക. അപ്പോൾ എല്ലാ കോഴികൾക്കും ഒരുമിച്ച് ഇളക്കാൻ നോക്കുക. അതേപോലെ ഇളക്കി കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഇളക്കിയാൽ പിറ്റത്തെ ആഴ്ച ഒന്നും കൂടി നിങ്ങൾ ഇളക്കാൻ വേണ്ടി നോക്കണം. ഇളക്കണ സമയത്ത് ഫാമിലുള്ള എല്ലാ കോഴികൾക്കും ഒരുമിച്ച് ഇളക്കണം കേട്ടോ. അപ്പോൾ ഒരു കൂട്ടിലുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇളക്കുമല്ലോ ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ആ കൂട്ടിലുള്ള എല്ലാ കോഴികൾക്കും നിങ്ങൾ ഇളക്കണം. കാരണം അഴിച്ചു വിടുന്ന സമയത്ത് അവർ ഒരു കോഴി കാഷ്ടിച്ചാൽ മറ്റേ കോഴി ആ കാഷ്ടം കൊത്തി തിന്നും ഒക്കെ ചെയ്യും. അങ്ങനെയാണല്ലോ ഇവർ. അപ്പോൾ നിങ്ങൾ അത് വീണ്ടും അവരുടെ വയറ്റിലേക്ക് ആ വിര പ്രവേശിക്കും. അതുകൊണ്ട് വീണ്ടും അത് അവിടെ വളരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ആഴ്ച ഇളക്കി കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച വീണ്ടും ഇളക്കുക. അതേപോലെ നമ്മളൊരു
നമ്മൾ എന്തിനും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് ആ ഓർഡർ അനുസരിച്ച് നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിൽ അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മളെപ്പോഴും ഈ ജീവികൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല കെയറിങ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇവരെ നന്നായിട്ട് നോക്കുക, സപ്ലിമെൻറ്റ്സുകൾ കൊടുക്കുക, പച്ചമരുന്നുകൾ കൊടുക്കുക. കഴിയുന്നതും നമ്മൾ പച്ചമരുന്ന് തന്നെ കൊടുക്കാൻ നോക്കണം കേട്ടോ.